ഹലോ എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ആ പേഴ്സന്റെ അടുത്തേക്ക് മറ്റൊരു വ്യക്തി ഒരു ബാഡ് ഇന്റൻഷനോട് കൂടിയിട്ട് വരികയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. അവർ തന്നെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഇന്റൻഷൻ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. സോ നോക്കാം. ഒന്നാമതായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ ബൗണ്ടറി ഉണ്ടായിരിക്കും. ആ ഒരു പേഴ്സണൽ ബൗണ്ടറിയെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം പ്രവൃത്തികളും ഇവർ ആദ്യം ചെയ്യും. അതായത് നിങ്ങളോട് കുറച്ചുകൂടി പേഴ്സണലി അടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പേഴ്സണൽ സ്പേസ് റെസ്പെക്ട് ചെയ്യാതെയുള്ള പ്രവൃത്തിയും സംസാരവും കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മാരേജിനെ ഡിസ്മിസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക. നിന്റെ പാർട്ട്ണർ നിന്നെ തീരെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നിന്നെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല, ലൈക്ക് യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ, ഇങ്ങനെയുള്ള രീതിയിൽ അനാവശ്യമായിട്ടുള്ള കമന്റ്സ് പറയുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ട്, എപ്പോഴും ഒരു സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ നിന്നോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആരോടും പറയരുത്, ഇത് സീക്രട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പുഷ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരം കൂടുതലായിരിക്കും ബാഡ് ഇന്റൻഷനോട് കൂടി വരുന്ന ആളുകൾക്ക്. മൂന്നാമത്തെ കാര്യം, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെയധികം അടുപ്പം തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു മെന്റൽ കണക്ഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫാസ്റ്റ് ആയിട്ട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ തുറന്നു പറയുക. അല്ലെങ്കിൽ ഒരുപാട് ട്രോമ നേരിട്ടിട്ടുണ്ട്, പാസ്റ്റിൽ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. ഇന്റിമേറ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ സംസാരിക്കുക. സോ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് പേഴ്സണലി കുറെ കൂടി അടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇങ്ങനെ ബാഡ് ഇന്റൻഷനായിട്ട് വരുന്ന ആളുകൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ ടച്ച് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ല, അല്ലെങ്കിൽ അതിന് ആവശ്യമില്ലെങ്കിൽ കൂടി നിങ്ങളെ ടച്ച് ചെയ്യുക, എന്നിട്ട് അത് ആക്സിഡന്റൽ ആണെന്ന് പറയുക, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് വന്ന് അടുത്തിരിക്കുക. ഒരു പേഴ്സണൽ സ്പേസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിലുള്ള വന്ന് നിൽക്കലും അടുത്തിരിക്കലും, ഓവറായിട്ട് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഇങ്ങനെ പല രീതിയിൽ പേഴ്സണൽ ബൗണ്ടറി ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം. അതായത് ബാഡ് ഇന്റൻഷനോട് കൂടിയിട്ടാണ് ഒരു വ്യക്തി വരുന്നത് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്. ഇനി ഇതേപോലെ തന്നെ ചില രീതിയിലുള്ള മാനിപ്പുലേഷൻസും അല്ലെങ്കിൽ ടാക്ടിക്സും ഉപയോഗിക്കുന്ന ആളുകളാണ് ബാഡ് ഇന്റൻഷനോട് കൂടിയിട്ട് വരുന്ന ആളുകൾ. അവർക്ക് ഇതുവരെ ഇത്ര സ്നേഹം ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊട്ടക്ടർ ആണ്, അവരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും, അല്ലെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു മെസ്സേജ് ഡയറക്റ്റ് ആയും ഇൻഡയറക്റ്റ് ആയും ഒക്കെ നിങ്ങൾക്ക് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. മാത്രമല്ല, ഒരു വിക്ടിം കാർഡ് പ്ലേ ചെയ്യുന്ന പോലെയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്, ഇങ്ങനെ ഇമോഷണലി പല രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ട്രിഗർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും. ആൻഡ് മാനിപ്പുലേഷൻ തന്നെ ചെയ്യുന്ന മറ്റൊരു രീതിയാണ്, നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ഒരു വ്യക്തിയുമായിട്ട് കമ്പാരിസൺ ചെയ്യും. വെറുതെ ഒരു ആവശ്യമില്ലെങ്കിൽ കൂടി എല്ലാത്തിനും ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാനാണ് ആ സിറ്റുവേഷനിൽ നിന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരുന്നു ചെയ്തേനെ, അത് ശരിയായില്ല, ഇങ്ങനെയൊക്കെ എപ്പോഴും അവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നിരന്തരം കമ്പയർ ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കും. നിങ്ങൾ ആ ഒരു പേഴ്സണേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് ഡിസേർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉള്ള ഒരു വ്യക്തി അത്ര പോരാ എന്ന രീതിയിലേക്ക് നിങ്ങളെ കൊണ്ട് തിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള കമ്പാരിസൺ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് വൺ, വെറുതെ ഒരാവശ്യമില്ലാതെ എമർജൻസി ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഡ്രാമ പ്ലേ ചെയ്യും. അതായത് നീ വന്നാലേ എനിക്കത് ഓക്കെ ആവൂ, നീ വന്നാലേ ഇത് സോൾവ് ചെയ്യാൻ പറ്റൂ, നിന്നെ കൊണ്ടേ അത് പറ്റൂ എന്നുള്ള രീതിയിലൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇല്ലാത്ത എമർജൻസി ഒക്കെ വിളിച്ച് പറഞ്ഞ് ഡ്രാമ പ്ലേ ചെയ്യുന്ന ഒരു രീതി. ആൻഡ് ബാഡ് ഇന്റൻഷനോട് കൂടി വരുന്ന ആളുകൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ലവ് ബോംബിങ്. അതായത് എക്സസീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളോട് ലവ് ആൻഡ് അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യുക, എക്സസീവായ രീതിയിൽ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു പേഴ്സൺ വളരെ സ്പെഷ്യൽ ആണ് എന്നൊരു ഇമേജ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കും. ആൻഡ് മാത്രമല്ല, ഇവർ ഇത്ര അധികം നിങ്ങളോട് കാണിക്കുന്നുണ്ട്, ഇത്ര അധികം സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, ഇത്ര അധികം എഫേർട്ട് എടുക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, അല്ലെങ്കിൽ മോശമായ ഒരു കാര്യമാണ് എന്ന രീതിയിൽ ഗിൽട്ട് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനും ഇത്തരം ബാഡ് ഇന്റൻഷനുള്ള ആളുകൾ ശ്രമിക്കും. ആൻഡ് ഫൈനലി, എപ്പോഴും നിങ്ങളുടെ നിലവിലുള്ള റിലേഷൻഷിപ്പിനെ വളരെയധികം മോശമായിട്ട് അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട്ഫുൾ ആയ രീതിയിലായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ ഒരു നോ വളരെ നിസ്സാരമായ രീതിയിലായിരിക്കും എടുക്കുക. ആൻഡ് ആ ഒരു നോ ഇഗ്നോർ ചെയ്തുകൊണ്ടുള്ള സംസാരവും പ്രവൃത്തികളും കൂടുതലായിരിക്കും. അതായത് നിങ്ങൾ ഓൾറെഡി അവരോട് മെൻഷൻ ചെയ്യാണ്, ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ മാരീഡ് ആണ് എന്ന് പറയുന്ന സമയത്ത് അതൊന്നും സാരമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും ആ ഒരു പേഴ്സണൽ സ്പേസ്
ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. സോ ബാഡ് ഇന്റൻഷനോട് കൂടിയിട്ട് ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാനിഫെസ്റ്റേഷനിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനെ ഒരു പേഴ്സണെ മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്